ആലത്തൂർ ദേശീയപാത അഞ്ചുമൂർത്തിമംഗലത്ത് ബസ്സിനു പിന്നിൽ ലോറി ഇടിച്ചു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 11 പേർക്ക് പരിക്കുണ്ട്. അപകടം രാവിലെ 7:30-ഓടെ. വടക്കഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ദേശീയപാതയിൽ ആളെ കയറ്റാനായി നിർത്തിയപ്പോൾ അമിത വേഗതയിൽ പിന്നിൽ വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ബസിന്റെ പിൻവശത്തുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് ദേശീയപാതയിൽ നിന്നും ഇടതുവശത്തെ സർവീസ് റോഡിലേക്ക് കയറിയിറങ്ങിയാണ് നിന്നത്. ലോറി വലതുവശത്തെ ദേശീയപാത ട്രാക്കും കടന്ന് മറുവശത്തെ സർവീസ് റോഡിൽ ചെന്നാണ് നിന്നത്. പരിക്കേറ്റവരെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഭാഗത്ത് ഈ 2 സ്റ്റോപ്പിനും കൂടി സർവീസ് റോഡിൽ നിന്ന് കയറി ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കുകയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കും. കാരണം അത് ഒഴിവാക്കിയില്ലെങ്കിൽ 2-3 ദിവസം മുമ്പ് ഒരു അപകടം നടന്നു. ഞാനതിന് കൃത്യമായിട്ടൊരു FB പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു. ഇതിനൊരു പ്രതിവിധി, ഒരു നടപടി എടുത്തില്ലെങ്കിൽ മംഗലത്തെ ആളുകൾക്കാണ് ഇത് അപകടം സംഭവിക്കുന്നത്. ഇവിടെ ബസ് സ്റ്റോപ്പ് നിർത്തുകയും നമ്മുടെ ആളുകൾ കയറാൻ നിൽക്കുകയും ഒരുപാട് അപകടങ്ങളും മറ്റ് ഒരു കുടുംബത്തിൻ്റെ അത്താണികൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപാട് അപകടം. ഒരു ദിവസം ഇതുപോലെ ആ കാണുന്ന വലിയ വീട്ടിലേക്ക് ഇടിച്ചു കയറിയിട്ട് ഒരു പ്രായമായുള്ളൊരു വ്യക്തി മരിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയിലുണ്ട്. പിന്നെ 6 കുട്ടികൾ മരിച്ചിട്ടുള്ളൊരു സംഭവം. ശരിക്കും ഇതിനെക്കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ സങ്കടം വരുന്നത് ആരും ഇടപെടണമല്ലോ എന്ന് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊരു നടപടിയെടുക്കണം. UTV ന്യൂസ്, പാലക്കാട്.